കൊല്ലം മുതൽ തമിഴ്നാട് ബോർഡർ നാഗർകോവിൽ വരെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പലഹാരമാണ് വെട്ടുകേക്ക് കേട്ടോ. പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് കൊല്ലം സ്റ്റൈലിലാണ്. ഇത് നമ്മൾ മാവ് കുഴിക്കാൻ മുട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു മീഡിയം സൈസ് മുട്ട 3 എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി, ഞാനിത് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്ത ഏലക്കാപ്പൊടിയാണ്, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരല്പം ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര ചേർത്താലേ നല്ലതുപോലെ മിക്സ് ആവത്തുള്ളൂ കേട്ടോ. അത് ഒരു ലൈറ്റ് കളറാകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. ഗീ ഇല്ലെങ്കിൽ എണ്ണ ചേർത്ത് കൊടുത്താൽ മതി, പക്ഷേ ഗീ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യുക. അടുത്ത് 3 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യം 2.5 കപ്പ് മൈദ ചേർത്തിട്ട് മെല്ലെ ഒന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ മാത്രം ബാക്കിയുള്ള മാവ് ചേർക്കുക. പക്ഷേ മീഡിയം സൈസ് മുട്ട എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 കപ്പ് മൈദയും വേണ്ടി വരും കേട്ടോ. അപ്പം മഞ്ഞ കളർ ചേർക്കാൻ വിട്ടുപോയതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പാലിൽ ലേശം മഞ്ഞ കളർ കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ മുട്ട ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിത് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. 3 മണിക്കൂറിന് ശേഷം നമുക്ക് കുറച്ച് മാവ് ഡസ്റ്റ് ചെയ്തതിന് ശേഷം ഈ മാവ് എടുത്ത് വെച്ച്, ഇനി ഇത് നീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അത്രയും വലിപ്പത്തിൽ പരത്തിയെടുക്കുക. ഞാനിവിടെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്ന ഒന്നുകൂടെ കുഴച്ചതിന് ശേഷം നമുക്ക് സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പം എണ്ണയുടെ ചൂട് എന്ന് പറയുന്നത് നമ്മളൊരു മാവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 സെക്കൻഡ് കഴിഞ്ഞിട്ടേ പൊന്തി വരാവൂ. അതാണ് ചൂട് വേണ്ടത്. ഇതിലേക്ക് ഓരോ പീസ് എടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒരു കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം ഒരു 10-20 മിനിറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ മുട്ടയും ബേക്കിംഗ് സോഡയും പഞ്ചസാരയൊക്കെ ചേർക്കുന്നുള്ളതുകൊണ്ട് ഹൈ ഫ്ലെയിം ആയിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് വേണം നമുക്ക് കോരി എടുക്കേണ്ടത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെട്ട് കേക്കാണ് ഇത്. ഇരിക്കും തോറും ടേസ്റ്റ് കൂടും കേട്ടോ. പുറം നല്ല ക്രിസ്പി ആയിരിക്കും, അകം നല്ല സോഫ്റ്റും ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ.